നമസ്കാരം. നമ്മുടെ റേഷൻ കാർഡും ആധാർ നമ്പരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സിവിൽ സപ്ലൈസ് കേരള.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആധാർ സീഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയുന്നത് എങ്ങനെയെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് ചെയ്താൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഗൂഗിളിൽ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എന്ന് അടിച്ചു കൊടുക്കുക. മൊബൈൽ ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ കാണുന്ന ആദ്യത്തെ ഡീറ്റെയിൽസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മുടെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈലിലും അതുപോലെ തന്നെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ചർ നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈലിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആധാർ സീഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ എല്ലാം യെസ് ആണോ നോ ആണോ എന്നുള്ളത് നോക്കുക. നോ ആണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ റേഷൻ കാർഡ് പേരിലുള്ള എല്ലാവരുടെയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ട്. അത് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക. നോ ആണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കും സ്വന്തമായിട്ട് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.